السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلى الله عليه يا سيدي يا رسول الله. خذ بيدي قلة عينتي يدركني يا رسول الله. الله سبحانه وتعالى നമ്മുടെ ഇബാദത്തുകൾ നോമ്പുകൾ എല്ലാം അവന്റെ പൊരുത്തത്തിലായി നമ്മൾ ചെയ്യുമാറാകട്ടെ. അവന്റെ കാരുണ്യത്താൽ അല്ലാഹു തആല നമ്മോട് ബന്ധപ്പെട്ടവർ മാതാപിതാക്കളും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്ക് എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ. റഹ്മത്തിന്റെ പത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. നല്ല നിലക്കാണോ യാത്രയാക്കിയത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മൾ സന്തോഷത്തോടെ യാത്ര ആക്കുകയാണ്. കാരണം എന്താ പറയുക, നമുക്ക് വേഗത്തൊന്ന് കഴിഞ്ഞു കിട്ടണം അല്ലേ, പെരുന്നാളൊന്ന് വന്ന് കിട്ടണം എന്നുള്ളൊക്കെ ചിന്തയാണ്. പക്ഷെ ഈ വേഗം തിരക്ക് പിടിച്ച് പറഞ്ഞയക്കുന്നത് എന്തിനെയാണ് എന്നുള്ളൊരു തിരിച്ചറിവും ഓർമ്മയും ബോധവും ഒക്കെ നമുക്ക് നല്ലോണം ഉണ്ടാകണം. ഇല്ലെങ്കിൽ വലിയ ഖേദാണ്. കാരണം നമ്മുടെ ദുനിയാവിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ അസ്തമിക്കുന്നൊരു നിമിഷം വരാനുണ്ട്. യഥാർത്ഥ ജീവിതത്തെ നാം നേരിടുന്ന ഒരു നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ അമലുകളൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിച്ച റമദാനിനെ അങ്ങോട്ട് പറഞ്ഞേക്കാം ആരും ശ്രമിക്കേണ്ടതില്ല. നമ്മൾ തിരക്ക് പിടിക്കാതെ തന്നെ റമദാൻ അത്യാവശ്യം തിരക്കത്തെ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് അല്ലേ. റമദാൻ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കാരണം റമദാനിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാനിവിടെ എൻ്റെ റൂമിലേക്ക് ഒരാൾ വന്നു. ആ വന്നത് എനിക്ക് താല്പര്യമില്ലാന്ന് അവർക്ക് മനസ്സിലായ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞ് വേറെ പോകൂലേ. നമ്മളവിടെ കൂടുതൽ നേരം ഇരിക്കുന്ന ആൾക്ക് വലിയ തൃപ്തിയില്ല. നമുക്ക് വേറെ പോയിക്കാട് ആ ഒരു സ്വീകാരം നമ്മളൊക്കെ മനസ്സിലാക്കി നമ്മളെ റമദാനിന് ബോധ്യമുണ്ട്. പക്ഷെ ഇപ്പോഴും തിരിയാത്ത കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് സങ്കടം. കാരണം നല്ല ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞു നോമ്പ് തുറക്കുന്ന ആ സമയത്തിലുള്ള അവസ്ഥ. കാരണം സങ്കടമുണ്ട്. ഇന്നലെ ഭയങ്കര വിഷമം ദേഷ്യമുണ്ട്, സങ്കടമാണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു മറ്റേ മരിക്കണ സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ബാങ്ക് കൊടുക്കുമ്പോൾ അനാദരവ് കാണിക്കുക. ഖുർആനോത്ത് കാണിക്കുമ്പോൾ ദിക്ർ കേൾക്കുമ്പോൾ അതിനെക്കാട്ടിലെ ശബ്ദത്തിൽ സംസാരിക്കും. ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടിയിട്ട്, ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടിയിട്ട് വളരെ ലജ്ജ തോന്നിപ്പോയ വിഷയം. ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ടല്ലോ നമുക്ക് ആർക്കെങ്കിലും കിട്ടാതിരിക്കുകയാണ്. എന്തിനാണ് ഈ തിരക്ക്? അതാണെങ്കിലും തസ്ബീഹ് ഇങ്ങനെ ഉസ്താദ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ മൈക്കല ചെയ്യുന്നത് അതിനെക്കാട്ടിലും ഒച്ചപ്പാടും നമുക്കത് ആദ്യത്തെ അനുഭവം നമുക്ക് അത്ഭുതം തോന്നിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഇന്നലെ എന്ന് പറഞ്ഞാൽ അമ്പത്തിന്റെ പത്താണ്. നമ്മളിങ്ങനെ ടെൻഷനാകും. കാരണം അത് എന്താ കൈവശമുള്ളത്, എന്താ നേടിയെടുത്തിട്ടുള്ളത് ഒന്നുമില്ല. അവിടെ അതൊന്നും ഒരു വിഷയമല്ല. ഒരു കുപ്പി വെള്ളമാണ് വേണ്ട, തൊണ്ടയിൽ അങ്ങോട്ട് ഇറങ്ങുമെന്നുള്ളത് ചിന്തിക്കണ്ടേ. വളരാത്ത അവസ്ഥയായിരിക്കും. അത് നമ്മൾ മുതിർന്ന ആളുകൾ മക്കൾക്ക് മാതൃകയായി കാണിച്ചു. പിന്നെ ഈ മക്കളിൽ നിന്ന് എന്ത് അഥവാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അനുസരണല്ല, അതവില്ലാതെ നമ്മൾ പറയുന്നില്ല. നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ. ഏറ്റവും ആദ്യത്തെ ഗുരുനാഥന്മാർ ആരാണ്? മാതാപിതാക്കളാണ്. നമ്മളെന്നെ ഇതാണ്. സങ്കടം വന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും കൂടി ഞങ്ങളുടെയും കൂടി ഇബാദത്ത് നഷ്ടപ്പെടുകയല്ല. നമ്മളവിടെ ഇരുന്നിട്ട് നമ്മളൊന്ന് തോൽക്കുന്ന ടീമാണ്. ആ ടീമിലാണ് ഇമ്മാര് ഒച്ചപ്പാട്. അപ്പൊ നമ്മളെ കൂടി നമ്മുടെ റൂമിലാണെങ്കിൽ നമ്മുടെ പണി കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. വല്ലാത്തൊരവസ്ഥ. സ്വയം നിയന്ത്രിതരാവണം. അത് സ്ഥലം നോക്കണം, എല്ലാം നോക്കണം. നമ്മൾ മൂന്ന് തരം ചിറിക്കല് അല്ലാഹു തആല വെറുത്തിട്ടുണ്ട്. നമ്മൾ ഉറക്കം വെറുത്തതുപോലെ ചിരിക്കാൻ പാടില്ല. അതിലൊന്ന് നിസ്കാരത്തിൽ ചിരിക്കുന്നത് അല്ലാഹു ഭയങ്കര വെറുപ്പാണ്. നിസ്കരിക്കുമ്പോൾ ചിരിച്ചാൽ ഭയങ്കര വെറുപ്പാണ്. അല്ലാഹു കളിയാക്കല്ലേ. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ സംസാരിക്കാൻ പോയി നിൽക്കുക, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ ചിരിച്ചാൽ നിങ്ങളെ കളിയാക്കലല്ലേ. ഭയങ്കര വെറുപ്പാണ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് ഏതാ അറിയോ? മക്ബറയിൽ പോയിട്ട് ചിരിക്കുക. ഖബർസ്ഥാനിൽ ചിരിക്കേണ്ട സ്ഥലമല്ല, മയ്യത്ത് ചിരിക്കേണ്ട സ്ഥലമല്ല. വെറുപ്പാണ്
അള്ളാഹനെ ഓർക്കാനുള്ള നിങ്ങൾക്കുള്ള മാർഗമാണ് ടൈക്കിടയ്ക്ക് കിടന്നിട്ട് ഇങ്ങനെ അർമാദിക്കാൻ ഭയങ്കര വെറുപ്പാണെന്ന് അവർ ഒന്ന്. ഒരുപാട് ആളുകൾക്ക് അവർ എന്ത് ബഹുമാനം നമ്മൾ കൊടുക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് ഏത് ബഹുമാനമാണോ നമ്മൾ കൊടുക്കുന്നത്, മരണശേഷം അതേ ബഹുമാനം അവർക്ക് കൊടുക്കണമെന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാനോട് എങ്ങനെയാണോ ബഹുമാനത്തിൽ, ഖബറാണെങ്കിലും ആ ബഹുമാനം നിലനിർത്തണമെന്നാണ്. ചില ഖബറായതുകൊണ്ട് അവർ ഖബറിലാണ് എന്തും ചെയ്യാൻ പറ്റുന്നതാണ്. ചിലവർക്ക് തന്നെ ഖബർ മറമാടി കഴിഞ്ഞാൽ എല്ലാം കളി കഴിഞ്ഞു അതിനുള്ളിലൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് പോകുമ്പോൾ തിരിയും. അത്ര ആ വിഷയത്തിൽ പറയാനുള്ളത് ഖബറിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളതൊക്കെ ധാരണകളൊക്കെ വെച്ച് പുലർത്തുകയും അല്ലെങ്കിൽ അതിന് ഭയങ്കര പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകളൊക്കെ അതൊക്കെ വെറും മൂടത്തരാണ്. അതിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. നിബിധങ്ങൾ പഠിപ്പിച്ചതല്ലേ ഖബർസ്ഥാനിലേക്ക് കയറുമ്പോൾ എന്ത് പറയണം? സലാം പറയണ്ട. കേൾക്കാൻ ആളില്ലാതെ വെറും മൺകൂനയോട് സലാം പറയാം. മുത്തുനിബിധങ്ങൾ നമ്മളോട് പറയോ? സലാം മടക്കുമെന്നല്ലേ, നമ്മൾ കേൾക്കുന്നില്ല എന്നല്ലേ. അപ്പൊ മടക്കാൻ ഒരാളവിടെ വേണ്ടേ? ഒരു റൂഹ് അവിടെ വേണ്ടേ? ഇല്ലേ? ആ ഒരൊറ്റ ഹദീസ്, വേറെ ഒന്നും വേണ്ട. ഖുർആൻ അവർക്ക് കിട്ടുമോ കിട്ടൂലേ, അതൊന്നും ചിന്തിക്കണ്ട. നാം പറയുന്ന സലാം അവർ കേൾക്കില്ലെങ്കിൽ ഹബീബായ തങ്ങൾ പച്ചക്കളവ് പറഞ്ഞു എന്നല്ലേ. യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ഒരു ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഭയങ്കര വലുപ്പത്തനം ഇങ്ങനെ ഇരുന്ന് പറയുക. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണ്ട. അല്ലെങ്കിൽ ഹദീസോ ആയത്തുകളോ ഇതിനെ കുറിച്ചൊരു ധാരണ വേണ്ടേ? ഇന്ന് ഓൺലൈൻ മുസ്ലിമാര് ധാരാളം എന്തും മാർക്കും പറയാം, പ്രവചിക്കാം. അത് പ്രത്യേക ഇസ്ലാമിന്റെ കാര്യമാണെങ്കിൽ ഒരു മടിയുമില്ല. എന്നാൽ അതിന്റെ യഥാർത്ഥ വശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞ കളവാണെന്ന് നമുക്കില്ല. ഇത് ആർക്ക തർക്കമില്ല. അത് ഇസ്ലാമിക ലോകത്ത് പല വിഷയങ്ങളിലും വിശ്വാസപരമായിട്ട് കർമ്മപരമായിട്ടൊക്കെ തർക്കമുണ്ട്. കാരണം എതിരഭിപ്രായങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ട്. ഖബർസ്ഥാനിൽ തന്നാൽ അസ്സലാമു അലൈക്കും സലാം പറയണമെന്ന് ഈ മറ്റേ മുസ്ലിം സംഘടനകൾ എത്രയോ ഞാൻ പേരെടുക്കില്ല. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു വിഭാഗത്തിനും തർക്കമില്ല. കാരണം അത്രയും വ്യക്തമായ ഹദീസാണ്. അപ്പൊ പറഞ്ഞ മുത്തനബി ആരായി പോയി? ഈ ഫത്വ കൊടുക്കുന്ന മഹാന്മാരാരായി പോയി? അപ്പൊ അവിടെ ഉണ്ട് എന്നുള്ളതല്ലേ തെളിവ്. അപ്പൊ അവര് പള്ളി രണ്ട് പള്ളിയിൽ നിന്ന് സംസാരിക്കല്, പള്ളിയുടെ പരിസരത്ത് അനാഥരവ്, പള്ളികൾ എന്ന് പറഞ്ഞാൽ ഷിആറുള്ള അള്ളാന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. എന്തിനീ പള്ളിക്ക് ഇത്ര ബഹുമാനം? ഇതേ ബിൽഡിംഗ് ഇതേ മെറ്റീരിയൽ കൊണ്ടല്ലേ നമ്മൾ വീട് നിർമ്മിക്കുന്നത്. അത് ഇത് തമ്മിലുള്ള വ്യത്യാസം അള്ളാന്റെ ഭവനമാണ്. ആ ആദരവ് കൊടുക്കണമെന്ന്. കോടതിയുടെ പരിസരത്ത് ശബ്ദം ഉണ്ടാക്കുമോ? കോടതി പരിസരത്ത് ഫോൺ വരെ അടിക്കാൻ പറ്റില്ല അല്ലേ? പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് പോയിട്ട് അതെന്താ? ഇതിനോടൊരു ആദരവാണത്. കാരണം അവിടെ നമ്മൾ ഒച്ചുണ്ടാക്കിയ പണി കിട്ടും. ഇവിടെ പണി തരാൻ ആളില്ലല്ലോ, കിട്ടാൻ പോണേ ഉള്ളൂ. ഇവിടെ പണി തരാൻ ആളില്ലല്ലോ, കിട്ടാൻ പോണേ ഉള്ളൂ. ഒന്ന് രണ്ട്. മൂന്നാമത്തതോ തസ്ബീഹ്. അതിനെക്കാട്ട് അള്ളാന്റെ പരീക്ഷണം നമുക്ക് വേണമെന്നാണോ നമ്മൾ പറയുന്നത്? നാലാമത് ആ സമയം ഇഫ്താറിന്റെ ടൈം. അഞ്ചാമത് റഹ്മത്തിന്റെ 10 വിട പറഞ്ഞ അങ്ങനെ പോവുക. കഴിഞ്ഞു 5 നിമിഷം 10 നിമിഷം കഴിഞ്ഞാൽ അവസരം കഴിഞ്ഞു. ഇനി ഒന്ന് നമ്മൾ എത്ര കേരള അപേക്ഷിച്ചാൽ കിട്ടുമോ ആയുസിൽ അങ്ങനത്തെ ഒരു അവസരം? ബാക്കിയുള്ളതിനൊക്കെ ഒരു അവസരം ഉണ്ടെന്ന് പറയാം. ഇപ്പൊ നമ്മൾ നോക്കണം, റഹ്മത്തിന്റെ 10 1 മിനിറ്റ് ഞങ്ങൾക്കൊന്ന് തിരിച്ചു തന്നു പറഞ്ഞാൽ കിട്ടുമോ? അടുത്ത വർഷം നമ്മൾ ഉണ്ടാവേണ്ടേ? ആഫിയത്ത് വേണ്ടേ? എന്താ മനസ്സിലാക്കാത്ത? അതുകൊണ്ട് സ്വയം നിയന്ത്രിതരാകും. ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും വരാൻ പോണില്ല. ഒരു കുപ്പി വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും വരാൻ പോണില്ല. പക്ഷെ നഷ്ടപ്പെടുത്തുന്നത് അതിന് മൂല്യമുള്ളതാകാനാണ്. ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഭക്ഷണം നമ്മളൊന്നും കണ്ടിട്ടില്ല. എന്നിട്ടോ ആ നോമ്പ് തുറ കഴിഞ്ഞപ്പോ ഈ വിതരണം ചെയ്യുന്ന ആളുകളോട് ചോദിക്കണം, എത്ര കുപ്പി വെള്ളം വരെ അവിടെ നിർത്തുന്നു? അല്ലേ? വിതരണം ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു നോക്കും. ആ ഇവിടുന്ന് എത്ര ക്ലാസ്സിനുള്ളിൽ എല്ലാ ക്ലാസ്സിലും ചായകളും കുടിച്ചു കൊടുത്തുള്ളൂ? ഇല്ല. അള്ളാനോട് മറുപടി പറയണ്ടേ? 2-3 ഗ്ലാസ് ചായ ഓരോരുത്തർ എടുത്തിട്ട് പോവുകയാണ്. ആ 2-3 ഗ്ലാസ് എടുക്കാൻ പറ്റുമോ? ഹലാലാണോ? 2-3 കുപ്പി വെള്ളം ഹലാലാണോ? അതിന് ചർച്ചയാണ്. നമ്മുടെ ചർച്ച എന്താ? സമ്പത്താണ് ചർച്ച വരിക. ഹലാലാണോ എന്നുള്ളത് വെറുതെ കിട്ടുന്നവരുടെ എല്ലാവരും ഇതാക്കാൻ പറ്റൂല. ഹലാലും ഹറാമും നല്ലോണം നോക്കണം. എത്ര ആവിയായിട്ട് വിതരണം ചെയ്യുന്ന ആളുകൾ എത്ര പേരാണ് അല്ലേ? പകുതി 3 കുപ്പി വെള്ളം നിർത്തിട്ട് വന്നില്ല.
തീരെ കുടിക്കാത്ത വെള്ളങ്ങളുണ്ടായിരിക്കും. ക്ലാസ്സുകളിൽ ചായ വെറുതെ കിട്ടുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ആക്കറ കൂട്ടിയിട്ട് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുക. എന്നിട്ടോ ഇതാണ് അവസ്ഥ. ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് നമ്മൾ മക്കൾക്ക് മാത്രമേ ആകണം. അല്ലാതെ മക്കളെല്ലാം എന്തും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൗനമായിട്ട് നിന്നിട്ട് കാര്യമില്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നല്ല നിലക്ക് അവരെ തിരുത്തി ബോധ്യപ്പെടുത്തി കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ നിയന്ത്രിതരായ ഒരിക്കലും മക്കൾ ഒരിക്കലും പരിധി കൊടുക്കില്ല. അത് നല്ലോണം ഗൗരവത്തിൽ ചിന്തിക്കണം. വളരെ സങ്കടത്തോടുകൂടെ പറയുകയാണ്. അതല്ല ഇനിയും നിങ്ങൾ ഇതാണ് തുടരാൻ തുടങ്ങി ദൈവത്തിൽ ഞാൻ അവിടെ വന്ന് ഞാനിരിക്കത്തില്ല. കാരണം എൻ്റെ ദിക്കുറും എൻ്റെ സുഖവും എൻ്റെ ദ്വാരം ഞാനെങ്ങനെ നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ ആ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ഒരുപാട് മുമ്പുകാരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, ചെറിയ മക്കളുണ്ട്. ആ ദ്വാരം ഞാനൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഇതെന്റെ ഉള്ളത് കൂടി നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അർത്ഥമല്ലല്ലോ. കാരണം എന്താന്ന് പറഞ്ഞാൽ കാലിൽ കടിച്ച ആയിഷ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നബിതങ്ങളോട് റബ്ബേ നബിയെ അദാബ് പറഞ്ഞു, ഓരോ തെറ്റുകൾ ചെയ്താൽ അള്ളാന്റെ അദാബ് പറഞ്ഞു എന്ന് പറഞ്ഞു നബിതങ്ങളുടെ ഹദീസിൽ വ്യക്തമായ ഹദീസാണ്. അപ്പൊ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട് റബ്ബേ നബിയെ അപ്പൊ ഇത് തെറ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവൂലേ? അദാബ് പറഞ്ഞു തെറ്റ് ചെയ്തവരും അക്കൂട്ടത്തിൽ തെറ്റ് ചെയ്യാത്ത നല്ല സ്വാധീനങ്ങൾ ഉണ്ടാവൂലേ നബിയെ? അത് ആയിഷ ആഖിറത്തിലെ തിരിക്കോളൂ, ഇവിടെ എല്ലാവരും ഇരുക്കൊള്ളു. നബിതങ്ങൾ പറഞ്ഞതാ ഇത്. നമ്മുടെ കാലിൽ എറുമ്പ് കടിച്ചു, കയറി എറുമ്പിനെ മൊത്തം നമ്മൾ കൊല്ലത്തില്ലേ? എറുമ്പിനെ കടിച്ചെറുമ്പിനെ തപ്പി പിടിച്ചിട്ടാണോ? അല്ല. അപ്പൊ ഇവിടെ രണ്ടാം പറയുമ്പോൾ അതിന് നല്ല ആളുകൾ ഉണ്ടാവും, ചീത്ത ആളുകൾ. പിന്നെ വേർതിരിക്കുന്നത് കൂലിയും തബാബൊക്കെ ആഹാരത്തിനാണ്. ഇവിടെ എന്തിനാണ് നമ്മളത് നമ്മളെ അറിഞ്ഞുകൊണ്ട് പോയിട്ട് തലവെച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഇരിക്കുന്നവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. സങ്കടത്തോടെ പറയുന്നതാണ്, വിഷമം കൊണ്ട് പറയുന്നതാണ്, പേടി കൊണ്ടും പറയുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ബോധം വേണം. ഒരു കുപ്പി വെള്ളം കിട്ടി അതാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നുമില്ല. അതേപോലെ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ മാത്രം എടുക്കണം. എന്തും പള്ളിയുടെ മുതലാകുമ്പോൾ നല്ലോണം കൈകാര്യം ചെയ്യണം. പൊതു മുതൽ ഈ കൂടെ ഒരു 3-4 ദിവസമായിട്ട് തറാവീഹ് കഴിഞ്ഞ് ഒരു 10:30-11 മണിക്ക് ഞാനാ പോയിട്ട് ഓഫാക്കുന്നു ശബ്ദം കേട്ടിട്ടേ. കാരണം ഒക്കെ സൈലന്റ് ആകുമ്പോൾ കൂടെ നമ്മുടെ ശബ്ദം നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ജസീമില്ലേ ഭായിയുടെ അദ്ദേഹം പോയിട്ട് ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ട് പോയി. എത്ര ശബ്ദം എന്നാൽ ഇവിടെ ഇടയ്ക്ക് കുപ്പി വെള്ളത്തിന് ഭയങ്കര തല്ലുകൂടല. ഒരു മനുഷ്യൻ അത് കുടിക്കുന്നുണ്ട്, ഓണാക്കി പള്ളിയുടെ കരണ്ടല്ലേ, അത്യാവശ്യം നല്ലോണം കരണ്ട് വില കൂടെ ഒന്നും വലിക്കത്തില്ല. പള്ളിയുടെ കരണ്ടല്ലേ, ആവശ്യമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അതെ കളവല പറഞ്ഞു. ഇന്നലെ ആ വ്യക്തി 2 ദിവസം 3 ദിവസം ഞാനാ പോയിട്ട് ഓഫാക്കിയത്. അതിൻ്റെ ഒരു ദിവസം മുമ്പ് ഞാൻ ആരോ വിളിച്ചു പറഞ്ഞിട്ട് റാഫി അല്ലേ വിളിച്ചു പറഞ്ഞു റാഫി ഒന്ന് ഓഫാക്കുന്നു പറഞ്ഞു. എന്റെ ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. പള്ളിയുടെ കറണ്ടല്ലേ, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ സമ്മതിക്കുന്നത്. എന്തായി പറയുന്നത്? ഹലാലോ ഹറാമോ ജീവിതത്തിൽ വേറെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. ഹലാലും ഹറാമും നോക്കിയിട്ടില്ലെങ്കിൽ അടിപാടി ഭയങ്കര. അതുകൊണ്ട് ഗൗരവത്തിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പള്ളിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഗൗരവത്തെ അധികാരം കാണിക്കേണ്ടതല്ല പള്ളി. ആർക്കും അന്നൽ മസാജിദില്ല, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അതിൽ ഒരാൾക്കും അധികാരം കാണിക്കാൻ പറ്റില്ല, എനിക്കും ഒരാൾക്കും ഇല്ല. ഇത് പരിപാലിക്കാനാണ്, സംരക്ഷിക്കാനാണ്. അല്ലാതെ ഇവിടെ വന്ന് വൽപ്പത്തലും മുമ്പും ഇതും കാണിക്കാനല്ല. അത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എന്തിനങ്ങനെ പറയുന്നു പറഞ്ഞാൽ ഗൗരവം അത്രയാണ്. പള്ളിയിലൊന്ന് നല്ലോണം ശബ്ദം ഉയർത്തി സംസാരിച്ച 40 വർഷത്തെ ഇബാദത്തുകൾ നിഷ്ഫലമാകും എന്ന് നബിതങ്ങളുടെ ഹദീസാണ്. 40 വർഷം ഇബാദത്ത് ചെയ്തത് ഈ പള്ളിയിൽ നന്നായി കാട്ടിക്കൂട്ടിൽ ഞങ്ങൾ പോയി പോവുകയാണ്. അത്രയും ബഹുമാനമുള്ളതല്ലേ പള്ളി? പള്ളിയുടെ ബഹുമാനം നമുക്ക് അതിനെ കുറിച്ച് മറ്റേ ആദാബുൽ മസ്ജിദ് മസാജിദ് എന്ന് പറഞ്ഞൊരു പാഠത്തിനാണ്. അതൊക്കെ പേടിച്ച ഉദായി പോകായി. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ നിബിധങ്ങൾ എണ്ണിയതിൽ ഒന്നെന്താണ്? പള്ളികളിൽ ശബ്ദങ്ങൾ, സംസാരങ്ങൾ, ഒച്ചപ്പാടുകൾ അതിങ്ങനെ അധികരിച്ചു വരും. നിങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഗൗരവത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. സങ്കടം കൊണ്ട് പറയാൻ, വിഷമം കൊണ്ട് പറയാൻ, അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു നോമ്പ് ഓർക്കുകയാണെങ്കിൽ പറയും. എന്ത് ഒരു പൊതു മജ്‌ലിസിൽ നമ്മൾ പാലിക്കേണ്ട കുറേ ആദാബുകൾ, മര്യാദകൾ അതൊക്കെ നമ്മൾ പാലിക്കണം. പ്രത്യേകിച്ച് പബ്ലിക്കിൽ പാലിക്കേണ്ട നമ്മൾ കുറേ
മര്യാദകൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സംഭവിച്ചു പോയ അപാകതകളൊക്കെ അവൻ പുറത്തു തരുമാറാകട്ടെ. നമ്മൾ ഈ പ്രവാസികളായ ആളുകളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉമ്മന്റെ കയ്യിൽ എന്തെങ്കിലും പൈസ കൊടുക്കും, അതേപോലെ തന്നെ ഭാര്യക്കും കൊടുക്കും. കാരണം നമ്മളൊരു മാസത്തിലാണ് പോകുന്നത്, തിരിച്ചവരോട് ഭാര്യക്കും കൊടുക്കും. എല്ലാവർക്കും കൊടുക്കാനുണ്ടാവില്ല, കിട്ടുന്നത് അത്രയല്ല, 1000 2000 ഒക്കെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരാഴ്ച ചോദിക്കും, അല്ല പൈസ എന്തായി, എന്തൊക്കെയാ ചെലവാക്കിയ. അപ്പോൾ ഓള് ഇങ്ങനെ പറയും, അത് വാങ്ങി. ഞാൻ ചോദിച്ചു, അത് എന്തിനാ വാങ്ങിയത്? ഇത് ചെലവാക്കാനല്ലേ തന്നത് അല്ലേ? ഓൾ എന്നോട് ചോദിക്കുന്നത് ഇത് ചെലവാക്കാനല്ലേ തന്നത്. പിന്നെന്താ? അപ്പം നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കണ്ണിങ് അല്ലേ, എല്ലാത്തിനും ചെലവാക്കാൻ പറ്റും. ഈ പ്രവാസികൾക്ക് അതൊക്കെ അനുഭവിച്ചറിയും. ഭാര്യയുടെ പേരിൽ പൈസ അയച്ചിട്ട് അല്ലേ, അയക്കണ തന്നെ എന്തിനാ? ചെലവാക്കാനാണ്. പക്ഷെ ചെലവാക്കി നമ്മൾ ചോദ്യം ചെയ്യൂലേ? ചോദ്യം ചെയ്യൂലേ? എന്തിനാ ചെലവാക്കാൻ? അത് എന്തിനാ പറഞ്ഞ കൊണ്ട് പൈസ കളഞ്ഞു? ചിലപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിലേക്ക് അവിടെ പൈസ ചെലവാക്കി എന്ന് പറഞ്ഞാൽ ചോദിക്കൂലേ? എന്തിനായി പൈസ കൊടുക്കുന്നത്? എന്തിനായി ചെയ്യുന്നത്? അപ്പൊ സമ്പത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെ ചെലവാക്കാൻ പറ്റൂല. അതിന് കണക്ക് ബോധ്യപ്പെടുത്തണം. സമ്പത്തിന് നമുക്ക് വല്ല താല്പര്യം, അങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അതെങ്ങനെ? അതൊരു വിഷയമില്ല. അതിലെല്ലാവരും വല്ലാതെ പരിജ്ഞാനമുള്ള ആളുകളാണ്. അതിനവർക്ക് ന്യായങ്ങളുണ്ട്, ന്യായീകരണങ്ങളുണ്ട്, എല്ലാ ഫത്വകളും അറിയാം അവനാന്റെ കാര്യത്തിന്. പക്ഷേ അങ്ങനെയൊക്കെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ചോദ്യോത്തര വേളകളെ നിങ്ങൾ മറന്നു കളയണ്ട. നമ്മുടെ ഭാര്യയോട് ചോദിക്കുന്നത് പോലെ ഞാൻ കൊടുത്ത പൈസയാണ്, അപ്പോൾ എങ്ങനെയൊക്കെ ചെലവാക്കിയെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ചോദിക്കണേ അല്ലേ? നമുക്ക് തന്നതൊക്കെ റബ്ബ് തന്നതാണ്. ഇതേ ചോദ്യം അവിടെയും പ്രതീക്ഷിച്ചു. ഇതേ ചോദ്യം ആദം സന്തതികളുടെ കാൽപ്പാടുകൾ, വെച്ച കാൽപ്പാടുകൾ അളക്കാൻ പറ്റിയ 5 ചോദ്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞോ? അതിലൊന്ന് ആയുസ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അതിലൊന്ന് സമ്പത്തിനെ കുറിച്ച്. ഞാൻ തന്ന സമ്പത്തിന് എന്തിനു വേണ്ടി ചെലവഴിച്ചു? അല്ല, നമ്മുടെ സമ്പത്ത് അത് തോന്നിയതുപോലെ ചെലവഴിക്കുന്നൊക്കെ ഇക്കാലത്തിൽ പറച്ചലേ ഉള്ളൂ, നടക്കൂല. ഇപ്പൊ ഭാര്യ പറയുകയാണ്, നിങ്ങൾ എനിക്ക് തന്നെ എന്റെ പൈസ ഞാൻ അങ്ങനെ ചെലവാക്കി എന്ന് പറഞ്ഞാൽ സംഭവിക്കുമോ? അള്ള ചോദിക്കും. അതിന് കൃത്യമായി മറുപടി പറയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വഴികേടിത്തരത്തിലാകുന്ന ഒരു വിഷയമാണ് സമ്പാദ്യം അല്ലേ? നമ്മൾ സൂറത്തുൽ മുനാഫിഖൂനിൽ നമ്മളിവിടെ പോകുന്ന ഒരു ആയത്തില്ല, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. കേട്ടുക്കണോ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹികും, നിങ്ങളെ പഴപ്പിക്കുന്നുണ്ട്, നിങ്ങളെ നശിപ്പിക്കുന്നത് എന്താ? അംവാലുകും, നിങ്ങളുടെ സമ്പാദ്യമാണ്. നിങ്ങളുടെ സമ്പാദ്യമാണ്. എന്തിനെ തൊട്ട്? അൻ ദിക്രില്ലാഹ്. അൻ ദിക്രില്ലാഹ്, അല്ലാഹനെ ഓർക്കുന്നതിനെ തൊട്ട് നിങ്ങളെ തടയുന്ന സംഗതി എന്താണെന്നറിയോ? ഏതാ? സമ്പാദ്യമാണ്, നിങ്ങളുടെ മക്കളുമാണ്. ഈ രണ്ടും നമ്മുടെ സമ്പാദ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്ന. ഭാവിയുടെ എന്റെ സമ്പാദ്യമാണ് എന്റെ മക്കൾ എന്നല്ലേ നമ്മൾ പറയാ. അപ്പൊ ഈ 2 വിഷയങ്ങളും പടച്ച റബ്ബിനെ ഓർക്കുന്നതിനെ തൊട്ട്, ഇലാഹി സ്മരണ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിനെ തൊട്ട് തടയുന്ന വിഷയമാണ്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തു ഇതിന്റെ പിന്നാലെ കൊണ്ടുപോയി എന്നാൽ പരാജിതരാണ്. അങ്ങനെ കൊണ്ട് ചെയ്തു പോയ ആളുകളൊന്നും വിജയിച്ച ചരിത്രമല്ല. അപ്പൊ സമ്പാദ്യത്തിനോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് കടത്തപ്പെട്ടതിൽ ഹറാമ് വരിക. സമ്പാദ്യത്തിൽ ബാക്കിയുള്ളതിനൊക്കെ ക്ലിയറായി. സാമ്പത്തിക ശുദ്ധി അധികം ആളുകൾക്ക് പറ്റുന്ന പ്രശ്നമാണ്. ഒരുപാട് ആളുകളും അതില് ഒരാളാണെന്നോ തങ്ങളാണെന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും പറ്റുന്നതാണ് സാമ്പത്തിക ശുദ്ധി. അത് നേടിയെടുക്കണം എന്നുള്ളത് ഭയങ്കര വിഷയം. ഹലാലല്ലാത്ത അല്ലെങ്കിൽ ഹറാമിന് സാധ്യതയുള്ള ഒരു മുതല് പോലും, അത് ഭക്ഷണമാണെങ്കിലും ശരി, സമ്പാദ്യമാണ് ശരി, ഉപയോഗിക്കാൻ പാടില്ല. ശുഭ കലർന്ന ഹറാമല്ല, പക്ഷെ ഹറാമ് ഒരു സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഹറാമ് വരാൻ സാധ്യത, എന്നാൽ പോലും ഒഴിവാക്കിക്കോളാം, ഉപയോഗിക്കാൻ പറ്റും. അത്
ഏത് വിഷയത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അത് ഭയങ്കര ഗൗരവമാണ്. 2 ഗ്ലാസ് ചായ ഒരാളെ നിൽക്കുക, ഇതിൽ ഞാൻ ദീനാണ് കണ്ടത്, ഞാൻ പറയും, പറയാതിരിക്കുകയേയില്ല. അതിൽ നിങ്ങൾ ആരും വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം എൻ്റെ ബാധ്യതയാണ്, പറഞ്ഞു തരേണ്ട ബാധ്യത എനിക്കുണ്ട്. എൻ്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടണം. നിങ്ങൾ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാൻ, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാൻ, പിത്തന പറയേണ്ടവർക്ക് പിത്തന പറയാം. എന്ത് പറഞ്ഞാലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതൊരു എനിക്കൊരു വിഷയമല്ല, അതൊരു രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കണക്കാക്കണം. കാരണം എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ജോലിയാണ്. അതിനാണ് ഞാൻ വാങ്ങുന്ന ശമ്പളവും പൈസയും ഒക്കെ ഹലാലാക്കണം. ഒരാൾ 2 ഗ്ലാസ് ചായ കൊടുത്ത ഒരു ഉദാഹരണം പറയാം, ഹലാലും ഹറാമിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കാൻ. 2 ഗ്ലാസ് ചായ എടുത്തതിന് കുറച്ച് കൂടുതലാണ്. എല്ലാവരും പൊതു ഇതാണെങ്കിൽ എല്ലാവർക്കും തുല്യമായിരിക്കണം കൊടുക്കുന്നത്. ഓഹരി വെക്കുന്നവർ നരകത്തിലാണെന്നൊരു ഹദീസാണ്. എന്ന് പറഞ്ഞാൽ തുല്യത പാലിക്കാതെ വീതം വെച്ചാൽ വീതം വെച്ചവർ നരകത്തിലാണ്. നിങ്ങളുടെ ഹദീസാണ്. ഇതൊക്കെ റെക്കോർഡിംഗ് ആണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ, ഇസ്ലാമിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കും. ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പണി കൂടെ നോക്കി. അപ്പൊ അവിടെ 2 ഗ്ലാസ് ചായ ഒരാൾ എടുക്കുക. ഒരാൾക്ക് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ആ 2ാമത്തെ ഗ്ലാസ്സിന്റെ ചായ ഹലാലല്ല. ഇവിടെ കുപ്പികൾ 2-3 കുപ്പികൾ കൊണ്ടേ വെക്കുന്നുണ്ട്. അനുവദനീയല്ല. വെറുതെ കുട്ടികളൊന്നും 2 കൊണ്ടേ വെക്കാൻ പറ്റൂല, പാടില്ല. കാരണം ഒരാൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ പറ്റൂല. ഒരു കുപ്പി വെള്ളം കഴിഞ്ഞ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അടുത്ത കുപ്പിയിലേക്ക് പോകും. എടുത്തു വെക്കാനോ സ്വരൂപിക്കാനോ പൊതു മുതൽ പറ്റത്തില്ല. ഇവിടെ പള്ളിയുടെ കരണ്ട് കൊടുത്ത് ഇത് ഇവിടുന്ന് കുടിക്കാനുള്ളത് പുറത്തേക്ക് കൊണ്ടാവാൻ. ഈ കൊടുക്കുന്ന ആള് ഈ വെള്ളം ഇവിടെ നമുക്ക് വകുപ്പേതിനെ തന്ന ആള്, ആ തന്ന ആൾ ഉദ്ദേശിച്ച എന്താ, ഇവിടെ നോമ്പ് മുറിക്കുന്ന ആളുകൾക്കും നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്കുമാണെങ്കിൽ അത് ഇവിടുന്നേ കുടിക്കാൻ പറ്റുമോ, വീട്ടിലേക്ക് കൊണ്ടാവാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. ഞാൻ ഇത് മുമ്പിൽ കണ്ടത് അത് മറ്റേ നമ്മളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പറയുന്നതല്ല, അതിനുവേണ്ടി മസാല ഉണ്ടാക്കിയതല്ല. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണോ അദ്ദേഹം വെക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ആളുണ്ടല്ലോ, ഞാനാണ് ഒരു മുതൽ തരുന്നത്, ആ മുതൽ എങ്ങനെയാണോ നമ്മൾ കഴിക്കുക. അപ്പൊ നേരത്തെ എന്നോട് ചോദിച്ചു ഫാൻ ഇടുന്നതിന്റെ വിധി എന്താ, ഖുർആൻ ഓതുക. അത് നമ്മുടെ സുഹൃത്തി കൂട്ടത്തിലുണ്ട്, എന്നോട് ചോദിച്ചതാണ്. ശരിയാണ്, ഫാൻ ഇടുന്നതിന്റെ വിധി എന്താണ്, ഖുർആൻ ഓതുമ്പോൾ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ മുമ്പ് വഖഫ് ചെയ്യപ്പെട്ട ഫാൻ വഖഫ് ചെയ്ത് പള്ളിയിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനാണ് ഫാനെങ്കിൽ പള്ളിയിൽ ഇരുന്ന ഖുർആൻ ഓതുമ്പോഴും അത് പറ്റും, ദിക്ർ ചൊല്ലുമ്പോഴും അത് പറ്റും. അതല്ല, ഇത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കൊടുക്കുന്ന ആള് പറയാണ്ട് ഇത് നിസ്കരിക്കുമ്പോഴാണ് ഈ ഫാന് ഞാൻ വഖഫ് ചെയ്യുന്നത്, നിസ്കരിക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ അതിന് മാത്രമേ പറ്റൂ. അത് ദിക്റാവട്ടെ, റാത്തിബാവട്ടെ, ഖുർആനാവട്ടെ, മൗലൂദാവട്ടെ, ഖുർആനോത്താവട്ടെ പറ്റൂ. എന്തിനാണോ പറയുന്നതിനെ എന്ന പോലെ വെള്ളവും കാര്യങ്ങളും. അതുകൂടെ നോമ്പ് തുറക്കാനാണെങ്കിൽ അതിനെ പറ്റും, കുത്തിക്കൊണ്ടാൻ പറ്റൂല, ഹലാലല്ല. അല്ല അവിടെ നിസ്കരിക്കാൻ വരുമ്പോ എന്ന് പറയുന്നത് നിസ്കരിക്കാൻ വരുമ്പോ മാത്രമേ കുടിക്കാൻ പറ്റൂ, വീട്ടിലേക്ക് ഉണ്ടാകാൻ പറ്റൂല. ഇനി പൊതു ഒരാള് വർക്ക് ചെയ്തല്ലേ, നമ്മുടെ കമ്മിറ്റിയുടെ കീഴിൽ പള്ളിയുടെ കീഴിൽ വെച്ചപ്പോൾ കൂളറുണ്ട്. ആ കൂളർ വെച്ചതിന്റെ ലക്ഷ്യം എന്താ, നിസ്കരിക്കാൻ വരുന്നവർക്ക് കുടിക്കാം. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ ആണെങ്കിൽ പുറത്തു കൊണ്ടാകാൻ പറ്റൂല. എന്നാൽ ഈ ചെലവുണ്ടെങ്കിൽ പുറത്തു കൊണ്ടാകാൻ പറ്റൂല. പള്ളിയുടെ കരണ്ടാണ്, അത് വെച്ച് തണുപ്പിക്കുന്ന വസ്തുവാണ്, പുറത്തേക്ക് കൊണ്ടാകാൻ പറ്റൂല. ഞാൻ വെറുതെ ഇത് മസാല ഉണ്ടാക്കി പറയുന്നതല്ല. നല്ല ഗൗരവത്തിൽ ചിന്തിക്കണം. നമുക്ക് പറ്റിയ അബദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരുപാട് ഹറാമുകളും നമ്മുടെ ഉദരത്തിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതൊന്ന് ഹലാലാക്കണമെങ്കിൽ പണി ഒരുപാട് എടുക്കണം. ഹറാമ് വയറ്റിലും പെട്ടിട്ട് ശരീരത്തിലും പെട്ടിട്ട് ഏത് വിവാദത്തിൽ എഴുതുന്ന കാര്യമില്ല. നമ്മുടെ ഇഖ്ലാസില്ലായ്മയിൽ ഇലാഹി സ്മരണം പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. ഹറാം മുഴുവനും ഹറാം. ഭക്ഷിക്കുന്നതും ധരിക്കുന്നതും സമ്പാദ്യങ്ങളും മുഴുവനും ഹറാം. എത്രയോ ആളുകൾ ലോട്ടറി ഇടും. അതിന് അവർക്കായിട്ടുള്ള ന്യായങ്ങളുണ്ട്, ന്യായീകരണങ്ങളുണ്ട്. തനിച്ച ഹറാമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഭക്ഷണങ്ങളും ഹറാമിൽ നിന്ന് മുളച്ചിരിക്കുന്ന ഇറച്ചിയാണ്. ദഹിച്ചു കൂട്ടൂല, നരകത്തിലേക്കാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഹറാം ഭക്ഷിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്നൊരു രോമവും ഇറച്ചിയൊക്കെ മുളപൊട്ടിക്കുന്നത് ഒക്കെ നരകത്തിലേക്കുള്ളതാണ്. ഒത്തുറ ഹദീസുകളുമായി ഏറ്റവും കൂടുതൽ വിധങ്ങൾ പിടിച്ചത് എന്തിനു പറയുന്നുണ്ട്? ഒരു സ്വഹാബി
സുബഹിക്ക് ദുആ നിമിതങ്ങള് നിസ്കാരം സലാം കുട്ടിയോടും അപ്പോ ദിക്റുകളും ദുആകളൊക്കെ നിമിതങ്ങൾ നടത്തുമ്പോൾ കൂട്ടത്തിലിരിക്കാതെ അതുവരെ ഇരുന്നിരുന്നാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സഹാബികളൊന്നും ഇരിക്കാതെ ബാഗുകൾ എഴുന്നേറ്റു ദിക്റ് ചെയ്തു. അതേപോലെ തന്നെ ദുആക്കിരിക്കുന്ന നിമിതങ്ങളാണ് ഓർക്കുന്നത്. അപ്പൊ നിമിതങ്ങൾ 2 ദിവസം ഒന്ന് വീക്ഷിച്ചു എന്താണ് ആള് കാട്ടുന്നത്. 3-ാം ദിവസം ഞാൻ കണ്ടപ്പോ വിളിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു എന്താണ് സാധാരണ അങ്ങനെയല്ലല്ലോ, എല്ലാത്തിനും ഇരിക്കുന്ന ആളായിരുന്നല്ലോ, എന്ത് പറ്റിയതാണ്? അപ്പൊ ആ സ്വഹാബികൾ മറുപടി നബിയെ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. ഞാൻ ഇതേപോലെ തങ്ങളുടെ ക്ലാസ്സിലും സുഖി കഴിഞ്ഞ് ദ്വാരകളിലേക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടി രാവിലെ എഴുന്നേറ്റ് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ ഒരു ഈത്തപ്പനം മരമുണ്ട്. അതിന്റെ പഴങ്ങൾ എന്റെ പറമ്പിലേക്ക്, എന്റെ വീടിന്റെ മുമ്പിലേക്ക് വീഴുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പോയി നോക്കുമ്പോൾ എന്റെ കുട്ടിയുടെ വായിൽ അതിലൊരു പഴം കണ്ടു. ഞാൻ ഉടൻ തന്നെ വായിൽ നിന്ന് വിരലിട്ടത് കൊണ്ട് പറിച്ചെടുത്തു. കാരണം മറ്റൊരാളുടെ മുതലാണ്. പിന്നെ എനിക്ക് പേടിയായി, കാരണം ഒരു പ്രാവശ്യം കുട്ടിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് കുട്ടി രാവിലെ എഴുന്നേൽക്കും. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പക്ഷേ എന്റെ കുട്ടി അതെന്നാണ് ഭക്ഷിക്കും. വിശപ്പിന്റെ കാഠിന്യത കൊണ്ടാണ് അത് കുട്ടി ഭക്ഷിക്കും നബി. അത് പേടിച്ചിട്ടാണ് ഞാൻ പോയിട്ട് എന്റെ മോനെ തടയാൻ വേണ്ടി. ബുഖാരിയിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടത്തിലുള്ള സമ്പന്നരായ സഹാബത്തിനോട് പറഞ്ഞ് ആ മരം അവർക്ക് വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഈത്തപ്പഴം കുട്ടി കഴിക്കുന്നത്, ചെറിയ കുട്ടി കഴിക്കുന്നത് അത് ഗൗരവത്തിൽ ശ്രദ്ധിച്ചതാണ്, നിമിതങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ നാം കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത്, ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുന്നതും ഒക്കെ ഹലാലാവണമെന്നത് നിർബന്ധമുള്ള കാര്യമാണ്. മക്കൾ നന്നാകാൻ എന്ത് വേണം? ആദ്യമായിട്ട് പറയുന്നത് മക്കളെ നന്നാവാനെ ഹലാലായ മുലപ്പാല് കൊടുക്കണം. ഹലാലായ മുലപ്പാല് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഹലാല് ഭക്ഷിച്ച ഉമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ട് ആ മക്കളിലെ നന്മ പ്രതീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവി മറ്റേ മുല കൊടുത്തതൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹലീമ ബീവിയുടെ 2 കൈയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചിട്ടില്ലായിരുന്നു. എന്താ അതിന്റെ കാരണങ്ങൾ പറഞ്ഞെന്നറിയോ? ഒന്ന് തനിക്ക് അനുവദനീയമല്ലാത്തത് കൊണ്ടായിരുന്നു. കാരണം ഒന്ന് ആർക്കുണ്ട്? ഹലീമ ബീവിയുടെ മോനുണ്ട്. ആ മോൻക്കായിരുന്നു. അത്ര പോലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഹറാം ഹലാൽ. അതുകൊണ്ട് ഭക്ഷിക്കുന്ന സാന്നിധ്യത്തിലും കുടിക്കുന്നതിലൊക്കെ അനുവദനീയമല്ലാത്തതൊന്നും അതിനെ കുറിച്ച് കുറെ ഉണ്ട്. കാരണം ഈ വിഷയം കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടതാണ്. കച്ചവടങ്ങളിൽ അതേപോലെ തന്നെ അർഹതയില്ലാത്ത മാഷാ അല്ലാഹ് ഇപ്പൊ നമ്മളൊക്കെ റേഷൻ വാങ്ങുന്ന ടീംസുകളാണ്. ഒക്കെ അങ്ങോട്ട് ഞാൻ കടക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ റേഷൻ വാങ്ങുന്ന ടീമേ ആ വാങ്ങുന്നതൊക്കെ വെറുതെ കിട്ടിയതാണ്, സർക്കാർ തരുന്നതെന്നൊക്കെ പറഞ്ഞു പോയിട്ട് വാരി വെച്ച് വാങ്ങാൻ നിൽക്കേണ്ട. രേഖകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ BPL-ന്റെ രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഏതൊരു വിഷയത്തിലും അതൊരു പൊതുമുതലാണെങ്കിൽ അതിനൊരു പൊതു നിയമം ഉണ്ടാവും. ആ നിയമത്തിനെതിരെ ചെയ്യുന്നതൊക്കെയും ഹറാമ് തന്നെയാണ്. സർക്കാർ പറയുകയാണ് ഇന്ന ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് ഇത് അർഹതയുള്ളൂ, BPL കാർഡ് അർഹതയുള്ളൂ എങ്കിൽ അതിന് നമ്മൾ പെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥന് നമുക്ക് ഇളവ് നൽകും. അവരൊന്നും അല്ലത് കൈകാര്യം ചെയ്യുന്നത് ഹലാലല്ല. കാരണം ഈ BPL കാർഡ് കിട്ടാനുള്ള ഒരു കുറച്ച് നിയമങ്ങൾ പറയുന്നില്ല. അതല്ലാത്ത ആളുകൾ അതിൽ നിന്നൊരു വസ്തു വാങ്ങാൻ പറ്റില്ല. ഇത് നമ്മൾ പോയി എഴുതി കൊടുക്കാതെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറയും, ചെയ്തിട്ട് വാങ്ങി എന്നാൽ നമ്മൾ ഹലാലാണെന്ന് ധരിച്ചിട്ടിരിക്കുക. എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ആർക്ക് കൊടുക്കുന്നത്? ഭാര്യക്കും മക്കൾക്കും കൊടുക്കണം. എന്നിട്ട് ഈ മക്കളാണ് ആരാവേണ്ടത്? ഒരിക്കലും മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ ഈ വിവാദത്തൊക്കെ നിഷ്ഫലാണ്. ഹറാമ് നമ്മുടെ ശരീരത്തിൽ പെട്ടോ എന്ത് വലിയ വിവാദത്തെ ചെയ്യും. വിവാദം ചെയ്യാൻ പൊതുവെ തോന്നൂല, തോന്നിയാൽ തന്നെ പറയൂല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ, പ്രത്യേകിച്ച് കച്ചവടത്തെ അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഹറാമാണ്. ബാക്കിയുള്ളതിലൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. 5 നേരം നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, ഹജ്ജ് ഉണ്ടാവും, ഉംറ ഉണ്ടാവും. അധിക ആളുകൾ പരാജയപ്പെട്ടു പോകുന്ന 2 വിഷയങ്ങളുണ്ടായി. ഒന്ന് എന്താണെന്ന് അറിയോ? ഇതാണ് സാമ്പത്തിക ശക്തിയാണ്. ഹലാലും ഹറാമും വേർതിരിച്ചറിയാത്തത്. തിന്നുന്നതിലും കുടിക്കുന്നതിലും സമ്പാദ്യത്തിലും ഹറാമും ഹലാലും നമുക്ക് എല്ലാത്തും ഒരു മുതലെടുക്കാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് വിശദമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക്
ചർച്ച ചെയ്യേണ്ടത്. ഇത് പറയുന്നത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടത്തിലാണ്. അതുകൊണ്ട് നല്ല ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അനർഹമായതൊന്നും നമ്മുടെ വയറ്റിൽ പെടാൻ പറ്റില്ല. അതിന്റെ ഗൗരവം പറയാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. മയ്യത്തിനെ, നമ്മുടെ ഒരാൾ മരിച്ചു, ആ മയ്യത്തിനെ വളരെ ആദരവോടല്ലേ കാണണ്ടേ? അല്ലേ? വളരെ ആദരവോടെ കാണേണ്ടതാണ്. കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ മനുഷ്യനൊക്കെ പിടിക്കുന്നത് പോലെ പിടിക്കാൻ പറ്റൂല എന്നല്ലേ? വളരെ ആദരവിലും പതുക്കെയും അത്രയും ആദരവ് കൊടുക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ മുറിവാക്കൽ ഹറാമാണ്, വലിയ കുറ്റം കിട്ടുന്ന കാര്യം മയ്യത്തിന്. പിന്നെ നമ്മളൊരു നാടിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അംഗീകരിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം പോലെയുള്ള പ്രക്രിയകൾ ചെയ്യാം. അതൊരു നാടിന്റെ നിയമമായതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റും. അതും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറ്റില്ല. എന്നാൽ ഒരു മുതല്, ഹറാമായ ഒരു മുതൽ അവന്റെ വയറ്റിൽ പെട്ടിട്ടുണ്ട്, മറ്റൊരാളുടെ മുതൽ. അവൻ പറഞ്ഞു എനിക്കത് വേണം, എന്റെ ഒരു മുതലവൻ തിന്നിട്ടുണ്ട്, എനിക്ക് അവൻ ഭക്ഷിക്കാൻ മീൻസ് അത് അതേമാതിരി തന്നെ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വർണം അല്ലെങ്കിൽ അതുപോലെയുള്ള മുതൽ അവന്റെ വയറ്റിലുണ്ട്, എനിക്ക് ആ മുതൽ വേണം എന്ന് പറഞ്ഞാൽ വയറ് വീങ്ങി അത് എടുത്തു കൊടുത്തിട്ട് അവന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഇസ്ലാമിന്റെ നിയമം. പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നത് വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല. എന്താ പറഞ്ഞത്? ഒരാൾ എന്റെ ഒരു മുതലിപ്പോ നിങ്ങളുടെ ഒരു മുതൽ എന്റെ വയറ്റിൽ കൊണ്ടു, ഞാൻ മരിച്ചു, എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞാ, അതിന്റെ ഉടമസ്ഥ പറഞ്ഞാ വയറ് കീറിയിട്ട് എന്ത് ചെയ്യണം? അതങ്ങ് എടുത്തു കൊടുക്കണം. അത്രയും ഗൗരവം. നിങ്ങൾ ആലോചിച്ചിട്ട് ഇവിടെ കണ്ടോ, നിങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടോ മയ്യത്ത് മുമ്പിൽ വെച്ച് വില പറയുന്ന ഒരവസ്ഥ ഉണ്ടോ? ഇതിൽ വല്ല ഇടപാടുകളുണ്ടോ? മയ്യത്തിന് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ മകൻ ഏറ്റെടുത്തു എന്ന് പറയണം. അല്ലാതെ കാര്യമില്ല, കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇനി ഒരു കൊല്ലം ആ കബറിനരികിൽ നിന്ന് ഹതമോദിയിട്ടും കാര്യമില്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ കുന്നോളം ഹജ്ജും ഉംറയും ഉണ്ടായിട്ടും കാര്യമില്ല, ഈ വലിയ ഖാദിയായിട്ടും കാര്യമില്ല, മൊലയിലായിട്ടും കാര്യമില്ല. ഹറാം മറ്റൊരാളുകൾ മുതല് കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിപ്പിക്കുകയോ തിരിച്ചു കൊടുക്കുകയോ ചെയ്യാതെ ആ മയ്യത്ത് ഖബറിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു അമലും ഫലം ചെയ്യില്ല. ഇതിനെ കുറിച്ച് വേണമെങ്കിൽ അന്വേഷിച്ചു. ഹറാമായ ഒരു മുതൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഹക്കുകൾ അത് വീട്ടാതെ എന്ത് ഈ ലോകത്തിൽ ഉണ്ടായിട്ടും എന്തുണ്ടായിട്ടും ഞാൻ അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് ഞാൻ ആ നിബിധങ്ങളോട് ഒരു ചരിത്രം പറഞ്ഞു. ഓർമ്മങ്ങൾക്ക് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. റഹ്മാനെ, നല്ലത് പ്രവർത്തിക്കാൻ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനുള്ള കഴിവ് തൗഫീഖും നൽകണേ. അല്ലാഹു പരിശുദ്ധ റമദാനാണ്. റമദാനിൽ ഒരുപാട് അപാകതകളും തെറ്റുകുറ്റങ്ങളും അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. നാഥാ, നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. റഹ്മാനെ, പുറത്തു തരണേ. അല്ലാഹ്, എല്ലാം നീ മാപ്പാക്കി തരണം. റഹ്മാനെ, അതിന്റെ പേരിൽ ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല. അല്ലാഹ്, പരീക്ഷിക്കല്ല. റഹ്മാനെ, റഹീമായ റബ്ബേ, പരിശുദ്ധ റമദാനാണ്, എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണം. റഹ്മാനെ, ഓരോ ദിനങ്ങളും കഴിഞ്ഞു പോകുന്ന ഇബാദത്തുകളൊന്നുമില്ല. അല്ലാഹുവേ, ഞങ്ങളെ നീ വെറുതെയാക്കല്ല. അല്ലാഹ്, ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം ന്യൂനതകൾ ഒഴിവാക്കി തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ നീ കബൂൽ ചെയ്യണം. റഹ്മാനെ, അല്ലാഹുവേ, നിന്റെ ത്വഅത്തിലായി ദീർഘകാലം നിന്റെ ഖിദ്മത്തിലായി നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാഹ്, ഖൽബ് നന്നാക്കണം. റഹ്മാനെ, ഈമാനിന്റെ പ്രഭ നൽകണം. തമ്പുരാനെ, ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നീ ഖൈറും ബറക്കത്തും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് നീ ഏറ്റു നൽകണം. റഹ്മാനെ, റബ്ബേ, എല്ലാ നിലക്കും നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണം. റഹ്മാനെ, രോഗങ്ങളിൽ നിന്ന് മറ്റു വിഷമങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം. റഹ്മാനെ, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയവർക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നരകമോചനം നീ നൽകണേ. അല്ലാഹ്, സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കി തരണം. റഹ്മാനെ, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم.